മാരാരിക്കുളം കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എറണാകുളം സ്വദേശി സുഭദ്രയുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. എറണാകുളം കണയന്നൂർ ഹാർമണി ഹോംസ് ചക്കാല മഠത്തിൽ സുഭദ്രയെ കാണാനില്ലെന്ന മകന്റെ പരാതിയിലാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. മകൻ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് 4-ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കലവൂരിൽ യുവതി എത്തിയിരുന്നതായി വ്യക്തമായത്. അതേസമയം മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. ആന്തരിക അവയവങ്ങളുടെ ഉൾപ്പെടെ സാമ്പിൾ ശേഖരിക്കും. പ്രതികളെന്ന് സംശയിക്കുന്ന ഷർമിളയും മാത്യൂസും ഒളിവിലാണ്. മോഷ്ടിച്ച സ്വർണം പലയിടത്തായി വിറ്റുവെന്നും പോലീസ് അന്വേഷണ സംഘത്തിൽ മകൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു യുവതി എത്തിയെന്ന് പറഞ്ഞു. ഈ ഒരു യുവതിയാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴയിലും ഉടുപ്പിയിലുമാണ് ഇവർ എടുത്ത സ്വർണം പണയം വെച്ചിരിക്കുന്നത്. ദൂരെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുള്ള സുഭദ്രയെ 4-ാം തീയതി രാത്രി 8:30 ശേഷമാണ് കാണാതായതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കോർത്തശ്ശേരിയിലെ വീടിനടുത്തുള്ള പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. പറമ്പിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ദമ്പതികളെ കാണാൻ സുഭദ്ര പതിവായി വരുന്നുവെന്നാണ് വിവരം കിട്ടിയത്. തുടർന്ന് വീടിന് സമീപത്ത് പോലീസ് നായയെ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചി സിറ്റിയിലെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കൃത്യസ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാട്ടൂർ ആണെന്ന് കാണിച്ച് തുടർന്നുള്ള അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് സുഭദ്ര കോർത്തശ്ശേരിയിലെ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയത്. കാട്ടൂർ സ്വദേശി മാത്യൂസ്, ഭാര്യ ഷർമിള എന്നിവരാണ് കോർത്തുശ്ശേരിയിലെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഓഗസ്റ്റ് 7-ന് കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ട് വീടിന് സമീപത്ത് കുഴി എടുത്തെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണുനീക്കി പരിശോധന ആരംഭിച്ചത്. സുഭദ്രയുടെ സ്വർണം ദമ്പതികൾ കൈക്കലാക്കിയിരുന്നുവെന്നും അതേക്കുറിച്ചുള്ള തർക്കമാകാം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ഇരുവരും ഒളിവിലാണ്. മാത്യൂസും ഷർമിളയും താമസിക്കുന്ന ആലപ്പുഴ കലവൂരിലെ വാടക വീട്ടിൽ സുഭദ്ര സ്ഥിരമായി വരാറുണ്ടായിരുന്നു എന്നാണ് സൂചന. അയൽവാസികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുഭദ്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് മാത്യൂസും ഷർമിളയും പോലീസിനോട് പറഞ്ഞത്. പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും വീട് പൂട്ടി മടങ്ങിയിരുന്നു. ഓഗസ്റ്റ് 7-ന് കോർത്തുശ്ശേരിയിലെ കൂലിപ്പണിക്കാരനെ കൊണ്ട് വീടിന് സമീപത്ത് കുഴി എടുത്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.